കൊല്ലം കണ്ണനല്ലൂരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പുന്നൂസിന്റെ കസ്റ്റഡിയിൽ പോലീസിന്റെ കള്ളക്കളി പുറത്തുവന്നു. കെ പി പുന്നൂസിനെ കസ്റ്റഡിയിൽ എടുക്കാനെത്തിയത് പരാതിക്കാരന്റെ സഹോദരന്റെ കാറിലായിരുന്നു. കാറിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരാതിക്കാരന്റെ ബന്ധുവുണ്ടായിരുന്നു. കെ പി പുന്നൂസിനെ ജാമ്യത്തിൽ വിടാൻ പരാതിക്കാരന് പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച ഫോൺ രേഖകൾ 24-ന്. അരുൺരാജ് കൊല്ലത്തുനിന്ന് വീണ്ടും ചേരുന്നു. അരുൺരാജ് ആയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്ന ഈ വാർത്ത ഇന്നലെ പുറത്തു കൊണ്ടുവന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ? ഈ കെ പി പുന്നൂസിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസാണ് വിശദീകരിക്കേണ്ടത്. അത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട സ്വാഭാവികമായ ഒരു നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും തന്നെ പോലീസ് പാലിച്ചില്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പരാതിക്കാരന്റെ ബന്ധുവിന്റെ വാഹനത്തിലാണ് ഈ കെ പി പുന്നൂസിനെ തിരക്കി കോട്ടയത്ത് കണ്ണനല്ലൂർ എസ്ഐയും സംഘവും എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് യൂണിഫോമിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. ഈ കെ പി പുന്നൂസിനെ കസ്റ്റഡിയിൽ എടുത്ത് തിരിച്ചവിടുന്ന് മടങ്ങുന്ന ആ നിമിഷം മുതൽ ഈ കെ പി പുന്നൂസിന്റെ ബന്ധുക്കളെയും അഭിഭാഷകരെയും വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ ആ പരാതി ഇവിടെ വെച്ച് സെറ്റിൽ ചെയ്യാം, ഈ കെ പി പുന്നൂസിനെ ജാമ്യത്തിൽ വിടാമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നു. ആ ആവശ്യപ്പെടുന്നത് ശനിയാഴ്ച 12 മണിക്ക് അറസ്റ്റ് ചെയ്യുന്ന കെ പി പുന്നൂസിനെ തുടർന്ന് ഞായറാഴ്ച 12 മണി വരെയും 1:30 വരെയും ഈ ഫോൺ സംഭാഷണം തുടരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. കെ പി പുന്നൂസിനെ വിടണമെങ്കിൽ ഇതാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന പോംവഴി എന്നുള്ളതാണ്. ഒരു ഇടനിലക്കാരന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നു. ഇതിന് പാരലായി പരാതിക്കാരന്റെ അനുജൻ നേരിട്ട് ഈ അഭിഭാഷകനുമായി സംസാരിക്കുന്നുണ്ട്. ഈ കേസ് എത്രയും വേഗം സെറ്റിൽ ചെയ്യണം, അതിനുവേണ്ടി അല്ലെങ്കിൽ റിമാൻഡിലേക്ക് അയാൾ പോകും എന്നുള്ളതായിരുന്നു പരാതിക്കാരന്റെ സഹോദരന്റെ ഭീഷണി. ഇതിനുശേഷം ഈ കെ പി പുന്നൂസ് ആശുപത്രിയിലാകുന്ന വിവരം പോലും ഈ അഭിഭാഷകനെയും ബന്ധുക്കളെയും വിളിച്ചറിയിക്കുന്നതും കെ പി പുന്നൂസിനെ ആശുപത്രിയിലാണെന്ന വിവരം വിളിച്ചറിയിക്കുന്നത് ഈ പരാതിക്കാരന്റെ സഹോദരനാണ്. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഈ പരാതിക്കാരനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് പോലീസ് ഇടപെട്ടത്. ഒരു സമ്മർദ്ദ തന്ത്രം പോലീസ് പയറ്റിയിരുന്നു. കാരണം ഈ കേസിൽ പണം എങ്ങനെയും വാങ്ങിച്ചു കൊടുക്കുക, അത് പോലീസിന്റെ എന്തോ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ്. അത് കോടതിയിലിരിക്കുന്ന കേസാണ്. ആ കേസിൽ പോലീസ് അത്തരത്തിൽ ഇടപെട്ടു എന്നുള്ളതിന്റെ രേഖകളാണ് ഇഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അത് ഈ റിമാൻഡ് എന്തുകൊണ്ട് പോയില്ല, ഈ കോടതിയിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല, മജിസ്ട്രേറ്റിന് മുമ്പാകെ കെ പി പുന്നൂസിനെ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇത് മാത്രമാണ്. കാരണം ഒരു സമ്മർദ്ദത്തിലൂടെ ഈ പണം ഏതെങ്കിലും വിധേന ഈ പരാതിക്കാരന് ലഭിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം മുതൽ അവസാനം വരെ ശ്രമിച്ചത്. ഇതിനിടയിലാണ് അദ്ദേഹം വെന്റിലേറ്ററിലേക്ക് ആവുന്ന അവസ്ഥ വരെ ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായ സ്ഥലത്തിനെ തുടരുകയാണ്. ഈ ഹോളിക്രോസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന അദ്ദേഹം രക്തത്തിൽ അദ്ദേഹത്തിന്റെ ഓക്സിജന്റെ അളവ് കൂടി കുറയുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ ലഭിക്കുന്ന വിവരം. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.